വളരെ കാലമായി തകർന്നു കിടന്ന മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ച് ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചതായി നഗരസഭാ ചെയർമാൻ കെ ദീപക്. പൊതുജനങ്ങളുടെയും ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായ പണികൾ പൂർത്തീകരിച്ചത്. 2 ദിവസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നതിന് തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ കെ ദീപക് അറിയിച്ചു. വളരെ കാലമായി കിഴക്കൻ മേഖലയിലുള്ള ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മങ്ങാട്ടുകവല സ്റ്റാൻഡിലെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ ടാർ ചെയ്ത് വാഹനം നല്ല രീതിയിൽ അതിൽ കയറുന്നതിനും അതുപോലെ ആളുകൾക്ക് കടന്നു പോകുന്നതിനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. എന്തായാലും ഇന്ന് ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബസ് ഓണേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും ഒക്കെ ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അടിയന്തരമായി ഈ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സംസാരിച്ച് ബന്ധപ്പെട്ട കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി ഈ പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ട് ഇതിനുള്ളിലെ കുഴികൾ മുഴുവൻ അടച്ച് പരമാവധി കവർ ചെയ്യാവുന്ന ഏരിയകൾ ടാർ ചെയ്ത് വാഹനങ്ങൾ കയറ്റുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ സ്റ്റാൻഡിനകത്ത് വാഹനങ്ങൾ കയറുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. അതുവരെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇതിനകത്ത് വാഹനങ്ങൾ കയറ്റാതെ പരമാവധി ഈ ടാറിങ് 2 ദിവസത്തേക്ക് കുഴപ്പം സൃഷ്ടിക്കാത്ത രീതിയിൽ എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. വളരെ കാലമായി തകർന്നു കിടന്ന മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ച് ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചതായും ചെയർമാൻ പറഞ്ഞു. പൊതുജനങ്ങളുടെയും ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി പണികൾ പൂർത്തീകരിച്ചത്. സ്റ്റാൻഡിനുള്ളിൽ കുഴികൾ നിറഞ്ഞ് വാഹനങ്ങൾ കയറുന്നത് ഏറെ പ്രയാസകരമായി മാറിയിരുന്നു. ചെയർമാന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പണികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു.